മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അൻവിന്റെ സ്കാം നമ്പർ 1. റെന്റഡ് റിച്ച് എന്നറിയപ്പെടുന്ന ആൻവിൻ ജോസിന്റെ പുതിയൊരു വീഡിയോ ആനന്ദ് പുറത്തുവിട്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഏകദേശം 10 മില്യൺ ആൾക്കാരായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ആദ്യത്തെ പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ ആൻവിൻ എന്തുമാത്രം ഉടായിപ്പാണ് എന്ന്. എന്തായാലും സെക്കൻഡ് പാർട്ടിനകത്ത് പുള്ളി നടത്തിയ സ്കാമിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ആനന്ദ് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. എങ്ങനെ ഇരിക്കുന്നു? അതായത് ആൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ കണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആവും. പ്രത്യേകിച്ച് 23, 24 വയസ്സുള്ള പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അയ്യോ, ഞങ്ങൾക്കും അങ്ങനെ ഒന്ന് ജീവിക്കണം. അവൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യം ആ രീതിയിലുള്ള പരിപാടികളായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇതിൽ ചെന്ന് പെടും. അതായത് ഇവൻ നാളെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങും, ഞാൻ ഇത്ര രൂപയ്ക്ക് കോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഞാൻ ട്രേഡിംഗ് പഠിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പല പിള്ളേരും അതിനകത്ത് ചെന്ന് പെടുകയും ചെയ്യും. അവരുടെയൊക്കെ കാശ് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അതായത് ഇങ്ങനെ നാട്ടുകാരെ എങ്ങനെയെങ്കിലും പറ്റിച്ച് കുറച്ച് ഫോളോവേഴ്സ് ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കാശുണ്ടാക്കാം എന്നൊക്കെയുള്ള പരിപാടി വെച്ചിട്ടായിരിക്കാം ഇവ ഇങ്ങനെയൊക്കെ ഉടായ്പ കാണിച്ചു തുടങ്ങിയത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അൻവിന്റെ സ്കാം നമ്പർ 1. കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK-യിൽ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മുവിനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് നീരജ് അമ്മൂസിനെ പറ്റിയിട്ട് ഞാൻ ഏകദേശം ഒരു 5-6 വീഡിയോ ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ വിസ സ്കാമിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഫേക്ക് ആയിട്ടുള്ള COS കൊടുത്തതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ. ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അത്. ഇവിടെയും താണ്ട നീരജ് അമ്മൂസിൻ്റെ പേരാണ്. ഈ ഫേക്ക് COS എന്ന് കേൾക്കുമ്പോഴേ നീരജ് അമ്മൂസിൻ്റെ പേരാണ് പല ആൾക്കാർക്കും ഓർമ്മ വരുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇതിൻ്റെയൊക്കെ എന്തിൻ്റെ കേടാന്ന് എനിക്കറിയത്തില്ല. എല്ലാ കേസുകളിലും ചെന്ന് പെടുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് വലിയ രീതിയിൽ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തിന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നീരജ് അമ്മൂസിന് ഇനി എന്ത് സൈഡായിരിക്കും പറയാനുള്ളതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നീരജ് അമ്മൂസിൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ കാണിക്കരുത് എന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ കാശ് പോയി, അതിനകത്ത് ഒരാൾ മരിച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പിന്നെയും നീരജ് അമ്മൂസിൻ്റെ പേരാണ് ഒരു സൈഡിൽ കൂടി കേൾക്കുന്നത്. എന്തായാലും ബാക്കിയൂടെ കേൾക്കാം. വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വീസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീസ റിജക്റ്റ് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട്. ഇതേ സെയിം കേസായിരുന്നു നീരജ് അമ്മൂസിന് സംഭവിച്ചത്. അതായത് നീരജ് അമ്മൂസിൻ്റെ ഫ്രണ്ട് വഴി ഇത് കണക്ക് COS കൊടുക്കുന്നു. അതിലേതൊരു കുട്ടി ഇത് കണക്ക് വിസ അപ്ലൈ ചെയ്ത സമയത്ത് ഇത് റിജക്റ്റ് ചെയ്യുന്നു, 10 വർഷത്തേക്ക് ബാൻ കിട്ടുന്നു. ഇതേപോലൊരു സംഭവമായിരുന്നു നീരജ് അമ്മൂസും ഒപ്പം കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല, സ്വന്തം കൂട്ടുകാരനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തതേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചത്. എന്തായാലും ആൻവിൻ്റെ പരിപാടി നിങ്ങൾ കേട്ടല്ലോ. ഇവൻ ശരിക്കും ഉടായിപ്പാണ് എന്ന് പണ്ടേ നമുക്ക് മനസ്സിലായതാണ്. കുറേ വണ്ടികളും കുറേ പട്ടികളുമായിട്ടൊക്കെ കിടന്ന് കറങ്ങുന്ന കാണുമ്പോൾ എന്തെങ്കിലും ഒരു തരികട അതിൻ്റെ പിന്നിൽ ഇല്ലേ എന്ന് കുറേ പേര് പേഴ്സണലി നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടും ഉള്ളതാണ്. എന്തായാലും ഇപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് വേറൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. ഒരു മിനി കൂപ്പർ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വരെ ഉടായിപ്പാണ് എന്നാണ് പറയുന്നത്. ഇതുകൂടെ ഇത് അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK-യിൽ അൻവിൻ. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആളാവുന്നത്? എന്ത് കിട്ടും ഇതിൽ നിന്ന്? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജെനുവിൻ ആവാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് അവരെ ഉടായിപ്പാക്കി അവരുടെ കൈ പോക്കറ്റിരിക്കുന്ന കാശ് തട്ടിയെടുക്കാനുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക.
ഈ ഒ ജി സുനിലുമായിട്ട് ഭയങ്കര രീതിയിലുള്ള കമ്പനിയായിരുന്നു ആൻവിൻ. ഈ ഒ ജിയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഹക്കീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഒ ജി ആരാന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഈ പറയുന്ന പിള്ളേർക്കാണ് ഇവിടെ വരേണ്ടത്. ഇവനെ ഫോളോ ചെയ്യുന്ന കുറച്ച് ഡൈഹാർഡ് ഫാൻസ് ഉണ്ട്, അതായത് കുറേ കൊച്ചു പിള്ളേർ ഇവനെന്തോ മഹാസംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ പിള്ളേർ തന്നെയാണ് ഇവനെ ചീത്തയും വിളിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇവൻ്റെ സൈഡ് പോലും നിലവിൽ ആരും കേട്ടിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ആ പിള്ളേരാണ് ഇപ്പോൾ ഇവൻ്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കാം നമ്പർ 2 ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട്, അഥവാ 20 ലക്ഷം രൂപ. സ്കാം അക്വിസിഷൻ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിയുണ്ട്, അല്ല വേറെ ഒന്നുമല്ല. എന്തായാലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് ഉണ്ടാക്കിയെടുത്തത് ലക്ഷങ്ങളാണ്. അപ്പം പിന്നെ പാപ്പരാണെന്നുള്ള രീതിയിലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല രീതിയിലുള്ള ഉടായ്പകൾ ആൻവിൻ കാണിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇവനെ പോലെയുള്ള പൊട്ടന്മാരെ ഒന്നും ദൈവത്തെ ഓർത്ത് പോയി ഫോളോ ചെയ്യാതിരിക്കുക. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതൊക്കെ രീതിയിലായിരുന്നു ഈ പുള്ളിക്കാരൻ സത്യം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പം ഇത് സത്യം പറഞ്ഞ ഒരു വലിയൊരു എക്സാമ്പിളാണ് പല ആൾക്കാർക്കും. ഈ റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പുള്ളിയുടെ ഓരോരോ വീഡിയോസൊക്കെ ഒന്ന് കാണണം. പ്രത്യേകിച്ച് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ കേസിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു ബിസിനസ് മാൻ ആകാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾക്ക് ചിലവില്ല. പല രീതിയിലും പുള്ളി ഇത് കണക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ആൻവിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ഇതിൽ ചെന്നപ്പെടും. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആരും വിശ്വസിച്ച് പോകും അല്ലേ? ഒക്കെയാണ്. സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Rajul Shani. Autospa Express. Autospa Express. One of the partners of എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞു. സമയം ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഗിവ് അവേ വരെ ഉടായിപ്പായിരുന്നു എന്ന്. അതായത് അതിനകത്ത് വൺ ഓഫ് ദി വിന്നർ, അതിനകത്ത് ഏകദേശം 2 വിന്നേഴ്സ് ഉണ്ട്. ഒന്ന് ഹരി എന്നങ്ങാണ്ടാണ് പേര്, ഒന്ന് വേറൊരു വിന്നർ. അതായത് ആ വിന്നർ എന്ന് പറയുന്നത് പുള്ളിയുടെ ബിസിനസ് പാർട്ണർ ആണെന്നാണ് പറയുന്നത്. ആ ഒരു ബിസിനസ് പാർട്ണറിൻ്റെ വീഡിയോ പുള്ളിക്കാരൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാതിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Rajul Shani. Ganga Povatingal. Suresh Kodakad here. Maria. I'm Arvind. Krishnagant. I'm Ashin. Emmanuel. I'm with Autospa Express. I'm with Autospa Express. I work with Autospa Express. I'm with Autospa Express. Autospa Express. I'm with Autospa Express. With Autospa Express. One of the partners of Autospa Express. And I'm a proud entrepreneur. And I'm a proud entrepreneur. Proud entrepreneur. Proud entrepreneur. Proud entrepreneur. കണ്ടല്ലോ, ഇതാണ് ആ ഒരു വീഡിയോ. ഇതിനകത്ത് കാണുന്ന ഈ ഒരു വ്യക്തിയാണ്, അതായത് പുള്ളിയുടെ ബിസിനസ് പാർട്ണറിനാണ് ആ ഒരു മിനി കൂപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അതും ഉടായിപ്പാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ഇവൻ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ കേസ് ആദ്യത്തെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പേഴ്സണൽ കാര്യത്തിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ പല ആൾക്കാർക്കും അത് ഷെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതെ അല്ലേ? അതുകൊണ്ടായിരിക്കും മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നെയും പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്ന് നാട്ടുകാരെ മൂഞ്ചിക്കല്ലേ. ഇങ്ങനെയൊക്കെ മൂഞ്ചിച്ചിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാണ്? ഇനിയിപ്പം മൂന്നാമത് ഇനി ഒരു പാർട്ടും കൂടി ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. ഇനി അതിനകത്ത് ഇനി എന്താണെന്ന് ഇനി കണ്ടറിയണം. അതുകൊണ്ട് ദൈവത്തോർത്ത് ഇവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്ന കുറേ വേട്ടാവളയന്മാരടുത്താണ് പറയണത്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക തരികടകളാണ്. ഇത്രയും ദിവസമായിട്ടും ആൻവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല. കാര്യം കൊടുക്കാതിരിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഇവൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ട്. മനസ്സിലായില്ലേ? ഇവൻ ഒരിക്കലും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇനി കൺവിൻസ് ചെയ്ത് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതെന്തോ വളരെ ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരിക്കലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വന്നിരുന്ന ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.